Hi, welcome to Lash Class. BA English Appreciating പോയിട്രിയിലെ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് പോയിറ്റ് ജോൺ മിൽട്ടൺ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു സോണറ്റാണ്. 40 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരൻ എന്നുള്ള തൻ്റെ കഴിവ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇനി കാഴ്ചയില്ലാതെ അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് ഈ കവിതയ്ക്കകത്ത് കടന്നു വരുന്നത്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1. The poem begins by the poet reflecting on his blindness, which he describes as his light being gone. പോയറ്റിന്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് പോയറ്റ് പറയുന്നത്. അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത് തൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. He is sad that his best days are passing without being able to use his talents and serve God with a noble action. സ്വാഭാവികമായിട്ടും അദ്ദേഹം ദുഃഖിതനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അതായത് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹത്തിന് കാഴ്ചയില്ലാതെ ശരിക്കും ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള സംശയമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം കരുതുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ടാലൻറ്റ്, കഴിവുകൾ നമ്മൾ ശരിയായി പ്രയോഗിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിനെ സേവിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുന്നതിലൂടെ ദൈവത്തെ സേവിക്കാതിരിക്കുകയാണോ എന്നുള്ള സംശയമൊക്കെയാണ് ഇദ്ദേഹത്തിന് വരുന്നത്. The inability to serve God with action weighs heavily on him. ആ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ദൈവത്തെ സേവിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഇദ്ദേഹത്തെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്. പാർട്ട് 2. The poet feels frustrated and scared, wondering if God still expects him to work despite his disability. അപ്പോൾ ഈ ഒരു ചിന്ത പോയിറ്റിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിൽ ഭയവും ഫ്രസ്ട്രേഷനൊക്കെ തോന്നുന്നുണ്ട്. ഇദ്ദേഹം ഈ ഒരു അവസ്ഥയിലും തുടർന്നും കഴിവ് പ്രയോഗിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമോ എന്നാണ് ഇദ്ദേഹം സംശയിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭയപ്പെടുന്നു. He worries about his talent being wasted and fears being like the servant in the Bible who hid his talent instead of using it. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് ഇങ്ങനെ വേസ്റ്റായി പോകുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. ബൈബിളിലെ ഒരു കഥയുമായിട്ട് അദ്ദേഹം ഇത് ഉപമിക്കുന്നുണ്ട്. ബൈബിളിലെ കഥയിൽ ഇങ്ങനെയാണ് വരുന്നത്. ഒരു വ്യാപാരി ദൂരയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ 3 ജോലിക്കാർക്ക് കുറച്ച് ടാലൻറ്റ് കൊടുക്കുന്നു. ടാലൻറ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു നാണയമാണ്. നമുക്കത് കഴിവ് എന്നുള്ള അർത്ഥത്തിലും അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുറച്ച് സമ്പത്ത് ഇങ്ങനെ 3 ജോലിക്കാർക്ക് കൊടുക്കുന്നു. അതിൽ 2 പേര് അത് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ട് അതിന് ലാഭം ഉണ്ടാക്കിയിട്ട് ഈ മുതലാളി തിരിച്ചു വരുന്ന സമയത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ മുതലാളിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് അവരോട് സ്നേഹവും സന്തോഷമൊക്കെ തോന്നിയിട്ട് അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഒരാൾ മാത്രം അതുകൊണ്ട് ഒന്നും ചെയ്യാതെ അത് നിധി കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുതലാളി തിരിച്ചു വരുന്ന സമയത്ത് ആ കുഴിച്ചിട്ടതാണ് എടുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യാതെ അത് എടുത്തു വയ്ക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ മുതലാളിക്ക് ദേഷ്യം വരികയും അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പോൾ ആ കഥയിൽ പറയുന്നത് ദൈവം നമ്മൾക്ക് നൽകുന്ന കഴിവുകൾ വെറുതെ എടുത്തു വെക്കാനുള്ളതല്ല, അത് പ്രയോഗിക്കാനുള്ളതാണെന്നുള്ള അർത്ഥത്തിലാണ്. ഇത്തരത്തിൽ നമ്മുടെ പോയിറ്റ് ഭയപ്പെടുന്നത് ആ ബൈബിളിലെ കഥയിലുള്ള ആ സർവന്റിനെ പോലെ ഇദ്ദേഹത്തിൻ്റെ കഴിവ് ഇയാൾ വേസ്റ്റാക്കി കളയുകയാണെന്നുള്ള ഭയമാണ് പ്രകടിപ്പിക്കുന്നത്. പാർട്ട് 3. The poet struggles with his thoughts. He feels a deep sense of loss and uselessness because he can't do the work he was destined to. അപ്പോൾ ഈ ചിന്തകളിലൂടെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് യൂസ്ലെസ് ആയിട്ട് തോന്നുകയാണ്, അതുപോലെ ലോസ്റ്റ് ആയിട്ടും ഫീൽ ചെയ്യുകയാണ്. കാരണം അദ്ദേഹം കരുതുന്നത് ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള കഴിവ് എഴുതാനുള്ള കഴിവാണ്. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ കഴിയാതെ അദ്ദേഹം യൂസ്ലെസ് ആയി പോവുകയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഭയപ്പെടുന്നു. This causes him a lot of inner turmoil. ആ രീതിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ആന്തരികമായിട്ടുള്ള സംഘർഷവും ഇമോഷണൽ ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. പാർട്ട് 4. In response to his anxiety, patience, which is personified in the poem, gives him answers. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ആശങ്കകൾക്ക് പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ മറുപടി കൊടുക്കുകയാണ്. ക്ഷമയെ ഈ പോയത്തിനകത്ത് പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് സംസാരിക്കാനൊക്കെ കഴിയുന്ന ഒരു ആൾ എന്നുള്ള രീതിയിലാണ് പേഷ്യൻസിനെ ഈ പോയത്തിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പേഷ്യൻസ് ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നു.
പേഷ്യൻസ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് നീഡ് മാൻസ് വർക്ക് ഓർ ഗിഫ്റ്റ്സ്. പേഷ്യൻസ് പറയുന്നത് ദൈവത്തിന് മനുഷ്യരുടെ സമ്മാനങ്ങളോ മനുഷ്യരുടെ പ്രവൃത്തിയോ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. ഗോഡ് വാല്യൂസ് ദോസ് ഹു ക്യാരി ദെയർ ബേർഡൻസ് ആൻഡ് ദേ അക്സെപ്റ്റ് ദെയർ ചലഞ്ചസ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഫെയ്ത്ത്. തൻ്റെ വെല്ലുവിളികളെല്ലാം ക്ഷമയോടുകൂടി നേരിടുന്ന ആളുകളെയും ദൈവത്തിന് ഇഷ്ടമാണെന്നാണ് പേഷ്യൻസ് പറയുന്നത്. ഇവിടെ ഒരു കാള കലപ്പ വലിക്കുന്നത് പോലെ എന്നുള്ള ഒരു ഉപമ വീണ്ടും ബിബ്ലിക്കലായിട്ടുള്ള റെഫറൻസ് ആണ് അവിടെ വരുന്നത്. ആ രീതിയിൽ തങ്ങൾക്ക് വിധി നൽകിയിട്ടുള്ള ഭാരങ്ങൾ എന്താണോ അതിന് ദൈവത്തിനോട് പരാതി ഒന്നും പറയാതെ ക്ഷമയോട് കൂടിയിട്ട് അത് വഹിക്കുന്ന ആളുകളെയും ദൈവത്തിന് ഇഷ്ടമാണ്, അവർക്കും ദൈവം റിവാർഡ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് പേഷ്യൻസ് പറയുന്നത്. ദിസ് ഹെൽപ്സ് ദ പോയറ്റ് സീ ദാറ്റ് ബീയിങ് പ്രൊഡക്റ്റീവ് ഈസ് ഇൻ ദി ഓൺലി വേ ടു സെർവ് ഗോഡ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് പോയറ്റിന് ആശ്വാസമാകും. അതായത് ഈ കഴിവുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തെ സേവിക്കാനുള്ള മാർഗം എന്നുള്ളൊരു ആശ്വാസം അദ്ദേഹത്തിന് ലഭിക്കുന്നു. പാർട്ട് 5. The poem ends with the idea that they also serve who only stand and wait. ഒന്നും ചെയ്യാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകൾ കൂടി ദൈവത്തെ സേവിക്കുന്നുണ്ട് എന്നുള്ള ഒരു വരിയോട് കൂടിയിട്ടാണ് ഈ പോയം അവസാനിക്കുന്നത്. This means that being patient and faithful, even when you can't actively work, is also a way to serve God. അവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ കുറവുണ്ടാവുകയോ ചെയ്യാതെ ക്ഷമയോട് കൂടിയിട്ട് അത് നേരിടുന്ന ആളുകളെ കൂടി ദൈവം സ്നേഹിക്കുകയും അവർക്ക് റിവാർഡ് കൊടുക്കുകയും ചെയ്യും എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. The poet finds comfort in knowing he can still serve God by accepting his blindness with grace. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് വന്നിട്ടുള്ള ഈ ബ്ലൈൻഡ്നെസ് അത് പരാതികളൊന്നുമില്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്താതെ പരാതികളൊന്നുമില്ലാതെ തൻ്റെ വിധി എന്നുള്ള രീതിയിൽ ക്ഷമയോടുകൂടി അത് സ്വീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതും ദൈവത്തിനുള്ളൊരു സേവനമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്തുകയാണ്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ റിപ്ലൈ ഗിവൺ ബൈ പേഷ്യൻസ് ടു ദ പോയറ്റ്? പേഷ്യൻസ് പോയറ്റിന് എന്ത് റിപ്ലൈ ആണ് കൊടുക്കുന്നത്? Patience tells the poet that God does not require human labor or talents to be of service. ദൈവത്തിന് മനുഷ്യരുടെ പ്രവൃത്തികളോ സമ്മാനങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നാണ് പേഷ്യൻസ് പറയുന്നത്. Instead, those who bear their burdens patiently and with faith are also serving God. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ അതിൽ ദൈവത്തെ കുറ്റപ്പെടുത്താതെ ക്ഷമയോടുകൂടി വിശ്വാസത്തോടുകൂടി അത് നേരിടുന്ന ആളുകളും ദൈവത്തെ സേവിക്കുകയാണ് എന്നാണ് പേഷ്യൻസ് അവിടെ മറുപടി പറയുന്നത്. മെൻഷൻ വൺ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഇൻ ദ പോയം. ഇനി പോയത്തിനകത്ത് വരുന്ന പേഴ്സോണിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. An example of personification in the poem is patience to prevent, where patience is depicted as a character who can speak and offer advice to the poet. പേഷ്യൻസിനെയാണ് ഈ പോയത്തിനകത്ത് പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത്. സംസാരിക്കാനും ഉപദേശങ്ങൾ നൽകാനും കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ പേഷ്യൻസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ മീനിങ്സ് ഓഫ് ദ വേർഡ് ടാലന്റ്? ഇനി പോയത്തിനകത്ത് ടാലന്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ടാലന്റ് എന്ന വാക്കിന് എന്തെല്ലാം അർത്ഥങ്ങളാണ് വരുന്നത്? The word talent in the poem refers to both the natural ability or skill. ഒന്ന് നമുക്കറിയാം നമ്മുടെ കഴിവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. And metaphorically to the biblical parable of the talents, where it represents a gift or a responsibility entrusted to someone by God. പിന്നെ ബൈബിളിലെ കഥയിൽ ടാലന്റ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അത് അന്നത്തെ കാലത്ത് നാണയം അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ദൈവം ഒരാൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്നുള്ള അർത്ഥത്തിലാണ് ബൈബിളിനകത്ത് ആ കഥ വരുന്നത്. അപ്പോൾ അതും അതുപോലെ തന്നെ ഒരാളുടെ കഴിവുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ പോയം. ഇനി പോയത്തിന്റെ അവസാനത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ ലാസ്റ്റ് ലൈൻ ഓഫ് ദ പോയം, ദേ ഓൾസോ സെർവ് ഹു ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നവരും ദൈവത്തെ സേവിക്കുകയാണെന്നാണ് അവസാന വരിയിൽ പറയുന്നത്. മീൻസ് ദാറ്റ് ദോസ് ഹു എൻഡ്യൂർ ദ ഡിഫിക്കൽട്ടീസ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ആർ ഓൾസോ സെർവിങ് ഗോഡ് ഈവൻ ഇഫ് ദേ ആർ നോട്ട് ആക്റ്റീവ്ലി വർക്കിംഗ് ഓർ പ്രൊഡ്യൂസിങ് വിസിബിൾ റിസൾട്ട്സ്. അതായത് തങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ക്ഷമയോട് കൂടിയിട്ട് പരാതികളൊന്നും പറയാതെ വിശ്വാസത്തോടു കൂടിയിട്ട് തങ്ങളുടെ വിധി അനുഭവിക്കുന്ന ആളുകൾ കൂടി ദൈവത്തെ സേവിക്കുകയാണെന്നാണ് ആ വരിയിൽ പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, കൺസിഡർ മിൽട്ടൺ സോണറ്റ് ആസ് എ ക്രൈസിസ് പോയം.
ഈ പോയത്തെ ഒരു ക്രൈസിസ് പോയമായിട്ട് കണക്കാക്കാനാണ് പറയുന്നത്. നമുക്കതിൽ ആദ്യം വരുന്നത് തീം ഓഫ് പേഴ്സണൽ ക്രൈസിസ് ആണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള ഒരു ക്രൈസിസ്. The poem is rooted in Milton's personal struggle with his blindness, which represents a major life crisis for him. നമുക്കറിയാം അദ്ദേഹത്തിന് അന്ധത വരുന്നു അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയായിട്ടും ഒരു പേഴ്സണൽ ക്രൈസിസ് ആയിട്ടും സംഭവിക്കുന്നത്. Milton grapples with the feelings of frustration, uselessness, and fear regarding his inability to use his talent for writing, which he considers his divine purpose. അപ്പോൾ ഈ ബ്ലൈൻഡ്നെസ് വന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ ഉണ്ട്. അദ്ദേഹത്തിന് ഇനി യൂസ്ലെസ് ആയതുപോലെ ഒരു ഫീലിംഗ് ആണുള്ളത്. അദ്ദേഹത്തിന്റെ കഴിവുകൾ, എഴുതാനുള്ള കഴിവിനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഭയമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം കരുതുന്നത് ദൈവികമായിട്ട് ലഭിച്ചിട്ടുള്ള കഴിവാണ് അദ്ദേഹത്തിന് ഈ എഴുതാനുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതിലുള്ള വിഷമം, അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ക്രൈസിസിന്റെ തീം നമുക്ക് ഈ പോയത്തിനകത്ത് കാണാൻ കഴിയും. പിന്നെ അതിൽ വരുന്നത് സ്പിരിച്വൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. ബിയോണ്ട് ദ പേഴ്സണൽ, ദ സോണറ്റ് എക്സ്പ്ലോർസ് എ സ്പിരിച്വൽ ക്രൈസിസ്. അതായത് അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള ഒരു പ്രതിസന്ധി കൂടി അവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. Milton worries about his place in God's plan and whether his inability to work diminishes his worth and service to God. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവം തരുന്ന കഴിവുകൾ ശരിയായിട്ട് വിനിയോഗിക്കുമ്പോഴാണ് ദൈവത്തിനുള്ള സേവനമാകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുള്ള എഴുതാനുള്ള കഴിവ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ സേവിക്കാതിരിക്കുകയാണോ എന്നുള്ള ആത്മീയമായിട്ടുള്ളൊരു പ്രതിസന്ധി കൂടി അദ്ദേഹം അവിടെ അനുഭവിക്കുന്നുണ്ട്. The crisis extends to existential questions about purpose and the value of one's life when one's primary abilities are lost. അതുപോലെ തന്നെ അദ്ദേഹം യൂസ്ലെസ് ആയതുപോലെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തന്നെ ഇനി എന്ത് കാര്യം എന്നുള്ള അർത്ഥത്തിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിട്ട് കൂടി നമുക്കതിനകത്ത് കാണാൻ കഴിയും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദി ഇമേജറി ഓഫ് ദ പോയം. ഈ പോയത്തിനകത്തുള്ള ഇമേജറിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതിൽ ആദ്യം വരുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് ആണ്. ദ സെൻട്രൽ ഇമേജറി ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് സിംബലൈസസ് മിൽട്ടൺസ് ബ്ലൈൻഡ്നെസ്. നമുക്കറിയാം അദ്ദേഹത്തിന് ഈ ബ്ലൈൻഡ് ആയതിന് വെളിച്ചം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഇമേജറി കൊണ്ടാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നത്. ലൈറ്റ് റെപ്രസെന്റ്സ് ഹിസ് എബിലിറ്റി ടു സീ ആൻഡ് ക്രിയേറ്റ്, വൈൽ ഡാർക്ക്നെസ് സിഗ്നിഫൈസ് ഹിസ് ബ്ലൈൻഡ്നെസ് ആൻഡ് പെർസീവ്ഡ് യൂസ്ലെസ്നെസ്. ലൈറ്റ് നമുക്കറിയാം അദ്ദേഹത്തിന് കാണാനുള്ള ശേഷിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ പ്രയോഗിക്കുന്നതുമാണ്. ഡാർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ അദ്ദേഹം യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവതരിപ്പിക്കുന്നത്. ദി ഇമേജറി evokes a sense of loss and the stark contrast between its past abilities and current limitations. അങ്ങനെ ഈ വെളിച്ചം ഇരുട്ട് എന്നുള്ള ഇമേജറിയിലൂടെ അദ്ദേഹത്തിന്റെ മുൻപുള്ള ജീവിതത്തിലെ അവസ്ഥയും ഇപ്പോൾ ഉള്ള ജീവിതത്തിലെ അവസ്ഥയും തമ്മിലുള്ള ആ വ്യത്യാസം വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ബിബ്ലിക്കൽ ആൻഡ് പരബോളിക് ഇമേജറിയാണ്. നമുക്കറിയാം ബൈബിൾ എന്നുള്ള ഇമേജുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ദ റെഫറൻസ് ടു ദ പാരബിൾ ഓഫ് ദ ടാലൻസ് യൂസസ് ബിബ്ലിക്കൽ ഇമേജറി ടു ഡീപ്പൻ ദ പോയംസ് സ്പിരിച്വൽ തീം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ബൈബിളിലുള്ള ടാലന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ. ഒരു വ്യാപാരി അദ്ദേഹത്തിന്റെ ജോലിക്കാർക്ക് പോകുന്ന സമയത്ത് ടാലന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കഥയെക്കുറിച്ച് നമ്മൾ ഇതിന്റെ സമ്മറിയുടെ സമയത്ത് സൂചിപ്പിച്ചിരുന്നതാണ്. The talent metaphorically represents Milton's poetic gift and his fear of failing to use it. അപ്പോൾ ഈ ബൈബിളിനകത്ത് നമ്മൾ പറഞ്ഞു ടാലന്റ് എന്ന് പറയുന്നത് നാണയം അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ഇമേജ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയായിട്ടാണ് അത് ഉപമിച്ചിരിക്കുന്നത്. This imagery connects the personal crisis to a broader divine context, highlighting the moral and spiritual implications. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ള പേഴ്സണൽ ആയിട്ടുള്ള ക്രൈസിസിനെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ക്രൈസിസിന്റെ ലെവലിലേക്ക് ഉയർത്താൻ ഈ ഒരു ഇമേജറിയിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്ത ഇമേജ് വരുന്നത് യോക്കിൻ്റെതാണ്. യോക്ക് ആൻഡ് ബേർഡൻ. ദി ഇമേജറി ഓഫ് ദ മൈൽഡ് യോക്ക് സജസ്റ്റ് എ ബേർഡൻ ദാറ്റ് മസ്റ്റ് ബി ക്യാരിഡ് വിത്ത് പേഷ്യൻസ് ആൻഡ് ഫെയ്ത്ത്. നമ്മൾ പറയുകയുണ്ടായി ഈ ഒരു കലപ്പ വലിക്കുന്നതിനോട് സമാനമായിട്ടാണ് ജീവിതത്തിലെ ഭാരം മനുഷ്യർ ചുമക്കുന്നതിനെ പോയിട്ട് അവിടെ അവതരിപ്പിക്കുന്നത്. This yoke represents the challenges and responsibilities given by God. അപ്പോൾ ദൈവം അല്ലെങ്കിൽ വിധി നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ള ജീവിതത്തിലെ പ്രതിസന്ധികളും ഭാരങ്ങളുമാണ് ആ ഒരു ഇമേജിലൂടെ അവതരിപ്പിക്കുന്നത്. The idea of carrying a yoke emphasizes the weight of Milton's struggles, but also suggests that the burden is manageable through patience. അപ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഈ അനുഭവത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചുമക്കേണ്ടി വരുന്ന ഭാരത്തിന്റെ സിമ്പലായിട്ടാണ് ആ യോക്ക് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് പ്രയാസകരമാണെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് അത് ക്ഷമയോടുകൂടി ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോയവുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.